ജീവിതം ഇത്രമാത്രം സുന്ദരമായിരിക്കുന്നതിൽ നാം ആരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ദൈവം, മനുഷ്യൻ, പ്രകൃതി, ജീവജാലങ്ങൾ. ജീവിതത്തിന് അർത്ഥവും പൂർണ്ണതയും നൽകുന്ന ഘടകങ്ങൾ ഏറെയാണ്. യാന്ത്രികമായ ജീവിതാവസ്ഥയിൽ നിന്നും വേറിട്ട് ജൈവികമായി നമ്മെ നിലനിർത്തുന്ന എല്ലാറ്റിനോടും നാം നന്ദിയുള്ളവരാകണം. സൗഖ്യമാക്കിയ 10 കുഷ്ഠരോഗികളിൽ ഒരു ശമര്യക്കാരൻ മാത്രം മടങ്ങി വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ ഈ നന്ദിയുടെ സന്ദേശമുണ്ട്. ഒരു ശമര്യക്കാരൻ മടങ്ങി വന്നു എന്ന പ്രസ്താവം ശ്രദ്ധേയമാണ്. യഹൂദരുടെ കാഴ്ചപ്പാടിൽ ശമര്യക്കാർ അപ്രസക്തരാണ്. അവരുടെ വാക്കുകളും ഇടപെടലുകളും നിസ്സാരവുമാണ്. എന്നാൽ സൗഖ്യം ലഭിച്ച ഈ ശമര്യക്കാരൻ്റെ വാക്കുകളും ഇടപെടലുകളും യേശു ഗൗരവമായി കാണുന്നു. അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയായി യേശു വ്യാഖ്യാനിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ചലനാത്മകമാക്കുന്നതിൽ സജീവമായ പങ്കുവഹിക്കുന്ന പലരെയും നാം നിസ്സാരമായി കാണുകയോ വിസ്മരിക്കുകയോ ചെയ്യാറില്ലേ? സൗഖ്യം ലഭിച്ച 9 പേർ അവരുടെ സൗഖ്യാനുഭവത്തെ നിസ്സാരമാക്കിയത് കൊണ്ടാണ് നന്ദി അർപ്പിക്കുവാൻ മനസ്സ് കാണിക്കാതിരുന്നത്. ഇലന്തൂർ ബാലികാഭവനിൽ താമസിച്ച് പഠിച്ചു വളർന്ന ചില വിദ്യാർത്ഥിനികൾ ദൈവം അവർക്ക് നൽകിയ കഴിവുകൾ പ്രയോജനപ്പെടുത്തി വിദേശത്ത് ജോലി ലഭിച്ച് ജീവിതം മെച്ചപ്പെട്ടപ്പോൾ അവർ നന്ദി പ്രകടമാക്കിയത് അടുത്ത തലമുറയിൽ ബാലികാഭവനിൽ പഠിക്കുവാൻ വന്ന കുഞ്ഞനുജത്തികൾക്ക് പഠനത്തിനും ജീവിതത്തിനും ആവശ്യമാകുന്ന കൈത്താങ്ങൽ നൽകിക്കൊണ്ടാണ്. മുംബൈ നവജീവൻ സെൻ്ററിനും സമാനമായ സാക്ഷ്യം നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതെ കടപ്പാടുള്ളവരായി സമസൃഷ്ടങ്ങളുമായി പാരസ്പര്യ ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥവും ആഴവുമുള്ളതായി തീരുന്നത്. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.